ഓരോ ഫെയിലുവറിനും ഞാനൊരു റീസൺ കണ്ടുപിടിക്കും. അപ്പോൾ അടുത്തതിൽ ആ റീസണാണ് ഞാൻ ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നത്. ആരെങ്കിലും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് എനിക്ക് മോട്ടിവേഷനായിട്ട് വരുന്നത്. എല്ലാവരും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും എനിക്ക് എന്നെ ക്രിട്ടിസൈസ് ചെയ്തതിന് ഞാൻ താങ്ക്സ് ആണ് പറയുന്നത്. ഞാൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ചുറ്റുപാടും അതിലേക്ക് എന്നെ കൊണ്ടെത്തിക്കാണ്. അപ്പോൾ ഞാൻ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇത്രയും ഞാൻ എപ്പോഴും മറ്റൊരു റിസർവേഷൻ കാറ്റഗറിയിലേക്കാൾ മാർക്ക് കൂടുതൽ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജനറൽ കാറ്റഗറി ആയതുകൊണ്ടാണല്ലോ എനിക്ക് കിട്ടാത്തത് എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. ഇപ്പം ഓരോരുത്തരും ഡീമോട്ടിവേറ്റഡ് ആവാൻ ഒരുപാട് റീസണുകളുണ്ട്. അപ്പോൾ അതിൽ ഗായത്രിക്കൊക്കെ ഇനീഷ്യലി ഉണ്ടായിരുന്ന റീസണായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളെയും പല സ്റ്റുഡൻസ് കാണുന്നതാണ്. ഞാനൊരു ജനറൽ കാറ്റഗറിയാണ്. ജനറൽ കാറ്റഗറിക്ക് നോർമലി അത്യാവശ്യം നല്ല കട്ട് ഓഫാണ്, വലിയ കട്ട് ഓഫാണ്, അതെനിക്ക് പോസിബിൾ ആവില്ല. അപ്പോൾ കുറച്ച് കാലം ആ ഒരു തോട്ട്, ഓക്കെ, അതിൻ്റെ ഡിഫറെൻറ്റ് റിസർവേഷൻ ഡിസ്കഷനിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, ബട്ട് ജസ്റ്റ് ആ തോട്ടിൽ കുറച്ച് കാലം ഗായത്രി അലട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിൽ നിന്ന് ഓവർകം ചെയ്തത്? അപ്പോൾ ഞാൻ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇത്രയും ഞാനെപ്പോഴും മറ്റൊരു റിസർവേഷൻ കാറ്റഗറിയിലേക്കാൾ മാർക്ക് കൂടുതൽ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജനറൽ കാറ്റഗറി ആയതുകൊണ്ടാണല്ലോ എനിക്ക് കിട്ടാത്തത് എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. പിന്നീട് ഞാൻ മറ്റുള്ളവരെ നോക്കാൻ തുടങ്ങി. ഈ റിസർവേഷൻ ഉള്ളവർക്ക് എന്തുകൊണ്ട് കിട്ടിയില്ല? അവരുടെ ഗോൾ എന്ന് പറയുന്ന അവരുടെ ആ കട്ട് ഓഫാണ് അവരുടെ ഗോൾ, അതുകൊണ്ടാണല്ലോ അവർക്ക് കിട്ടാത്തത്. എന്നാൽ എൻ്റെ കൂടെയുള്ള എല്ലാ റിസർവേഷനുള്ളവർക്കും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ട് കാര്യമില്ല. അതും എൻ്റെ ഒരു ഫാക്റ്റായിരുന്നു, ഫെയിലിയർ ഫാക്റ്റായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ എനിക്ക് 160 കിട്ടിയില്ല, പക്ഷേ റിസർവേഷൻ ഉള്ള കാറ്റഗറിയിൽ എൻ്റെ ഒരു ഫ്രണ്ടിന് കിട്ടുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അയാളുടെ ഗോളെന്ന് പറയുന്ന ആ റിസർവേഷൻ കട്ട് ഓഫാണ് അയാളുടെ ഗോൾ, അതുകൊണ്ടാണ് കിട്ടാത്തത്. അപ്പോൾ അങ്ങനെ എനിക്ക് ആദ്യം കുറേ നാൾ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് മാറ്റി. അതല്ല, അപ്പോൾ നമ്മൾ എന്താണോ നമ്മൾ എയിം ചെയ്യുന്നത് അവിടെ നമ്മളെത്തും. ഓക്കെ ഓക്കെ, അങ്ങനെ ഉള്ളത് കൊണ്ട് അതാണ്. അപ്പോൾ അത് ബേസിക്കലി നമ്മളെ ഗോള് വലുതാക്കി. ഇപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോഴും എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഗായത്രിയുടെ നമ്മളെ ഗോള് വലുതാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും നമ്മളെ? നേരത്തെ എക്സാം എഴുതുമ്പോൾ കട്ട് ഓഫ് നോക്കും. ഈ വർഷം ഞാൻ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് നോക്കും. അപ്പോൾ കട്ട് ഓഫ് അതാണ് മനസ്സിൽ കിടക്കുന്നത്, ആ ഒരു ഡിജിറ്റാണ് മനസ്സിൽ കിടക്കുന്നത്. ഇപ്പോൾ 160 ആയിരുന്നു അല്ലെങ്കിൽ 154 കട്ട് ഓഫെങ്കിൽ ആ മൈൻഡിൽ ആ ഒരു ഡിജിറ്റ് കിടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സ് അതിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതെൻ്റെ ഒരു ഫാക്റ്റാണ്. ഈ കുറേ വർഷം ഈ അടുത്ത വർഷങ്ങളിൽ ഞാൻ എൻ്റെ കുറേ ഫെയിലിയേഴ്സ് ഞാൻ കണ്ടെത്തി. എന്നിട്ട് അപ്പോൾ അത് സെറ്റ് സാർ ചോദിച്ച പോലെ ആ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചു. 210 300ൽ 210 മാർക്കോടുകൂടി പാസ്സാകും എന്നുള്ളത് ഞാൻ എൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചു. എന്നിട്ട് എന്നും അത് നോക്കൊന്നുമില്ല, പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ അതാണ് അതെൻ്റെ മനസ്സിലുണ്ട്. ഞാൻ ഇപ്പോൾ എല്ലാവരും പറയും ഗോളൊക്കെ എഴുതിയിട്ട് എല്ലാ ദിവസവും അത് നോക്കും. ഞാൻ അങ്ങനെ നോക്കൊന്നുമില്ല. പക്ഷേ എൻ്റെ മനസ്സിലാ 210 കയറി. ഈ 160ൻ്റെ സ്ഥലത്ത് 210 കയറി. എന്തുകൊണ്ട് 210 എഴുതിയെന്ന് എനിക്കൊന്നും അറിഞ്ഞില്ല. പക്ഷെ 210 എഴുതിയത് കൊണ്ടാണ് 188 ആയിരുന്നു തോന്നുന്നു ഇപ്പോഴത്തെ കട്ട് ഓഫ്. ഞാൻ ക്ലിയർ ആയത് എനിക്ക് 190 മാർക്കാണ്, 2 മാർക്ക് അപ്പുറത്തേക്ക് പോയി. നേരത്തെ ഞാൻ എല്ലാവരോടും പറയുന്നത് നെറ്റ് ഈസി ആയിരുന്നു, പക്ഷെ എനിക്ക് 2 മാർക്കിന് താഴെയാണ് പോയത്. അതായിരുന്നു ഞാൻ പറഞ്ഞ് എൻ്റെ മനസ്സിനെ പഠിപ്പിച്ചിരുന്ന കാര്യം. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഗോൾ കുറച്ചൊന്ന് വലുതാക്കിയ 210 വരെ ഞാൻ എത്തിയില്ല. അതിൽ 20 മാർക്ക് കുറവാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ കട്ട് ഓഫിനേക്കാളേറെ എത്തി. കട്ട് എത്തി. ആ 210 വെച്ചത് കൊണ്ടാണ് ഇപ്പോൾ എനിക്കൊന്ന് ആദ്യമായിട്ട് ഇത്രയും വലിയ കട്ട് ഓഫ് വരുന്നത് അവിടെയാണെന്ന് തോന്നുന്നത്. ജൂൺ 2024 ഇത്രയും വലിയ കട്ട് ഓഫ് വരുന്നത്. അതുവരെ ഇത്രയും വലിയ കട്ട് ഓഫ് ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ 210 എഴുതിയില്ലായിരുന്നു എങ്കിൽ ഒരു 170 എഴുതിയിരുന്നെങ്കിൽ ഞാൻ അത്രയും വാങ്ങിക്കില്ലായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, ആ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആ ഒരു ഗോൾ പിക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏകദേശം ഒരു 19 കൊല്ലത്തോളം ഈ ഒരു ഗോളുമായിട്ട് പെർസ്യൂ ചെയ്യുന്നതിൽ നമ്മളെ ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം ഇപ്പോൾ 4-5 തവണയൊക്കെ കഴിയുമ്പോഴത്തേനും ഈ കുടുംബക്കാരെന്ത് കരുതും, ഈ നാട്ടുകാരെന്ത് കരുതും, ഓക്കെ കുറേ കാലമായില്ല പഠിക്കുന്നത്. അപ്പോൾ ഗായത്രിക്ക് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചലഞ്ചുകൾ എങ്ങനെയാണോ ഓവർകം ചെയ്തത്? എൻ്റെ ഒരു ഭാഗ്യമാണെന്ന് തോന്നുന്നു. എൻ്റെ ഫാമിലിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി കല്യാണം കഴിഞ്ഞ് ചെല്ലുമ്പോൾ നമ്മുടെ ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യും. വളരെ കുറവാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്യാത്തതൊക്കെ കാണും, അങ്ങനെ ഉണ്ടാവും.
നമ്മുടെ ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യും. പിന്നെ സാർ പറഞ്ഞ പോലെ നമ്മൾ മറ്റൊരു ഫാമിലിയിലേക്ക് പോകുമ്പോൾ അവിടെ കളിയാക്കലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇന്നും പഠിത്തത്തിൻ്റെ കാര്യത്തിൽ ആരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. വീണ്ടും പോയി എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. കിട്ടിയില്ലെങ്കിൽ ഹസ്ബൻഡ് അമ്മയാണെങ്കിൽ തന്നെ പറയും അടുത്ത പ്രാവശ്യം എഴുതും. അത്രയും ഒരു സില്ലിയായിട്ട് കാര്യങ്ങളെ കാണും. പഠിക്കുന്നതിന് നല്ല സപ്പോർട്ടായിരുന്നു. അത് ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും എൻ്റെ മോൾ, എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ എല്ലാവരും, ഹസ്ബൻഡിൻ്റെ ഫാമിലി എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്തു. എനിക്ക് ഫാമിലിയിൽ നിന്ന് ഇതുവരെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. കളിയാക്കലോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. പിന്നെ അടുത്ത റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്ന് പോലും അങ്ങനെ ഒരു കളിയാക്കലൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ കൂടെയുള്ളവർ തന്നെ പറയും ടീച്ചറിന് മതിയാക്കാറായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ എഴുതും, വീണ്ടും എഴുതും, സമ്മതിച്ച് തന്നിരിക്കുന്നത് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത് വീണ്ടും എന്നൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ കൂടെയുള്ളവർ പലരും മതിയാക്കി, ഇനി പയ്യെ എഴുതാൻ. ഒന്ന് രണ്ട് ഞാൻ പഠിപ്പിക്കുന്ന PG ഒക്കെ ഉണ്ട്, ഞങ്ങളുടെ കോളേജിൽ PG ഒക്കെ ഉണ്ടായിരുന്നു. അത് ആ കുട്ടികൾ ഇറങ്ങിയിട്ട് 2 പ്രാവശ്യം എഴുതിയിട്ട് ടീച്ചറെ ഇനി പറ്റുമല്ലോ എഴുതാൻ എന്നാണ് പറയുന്നത്. ഞാൻ അവരോട് പറയണം ഞാൻ ഇത്രയും കൊല്ലമായിട്ട് എഴുതുകയാണ്, എന്തെങ്കിലും നമ്മൾ ജയിക്കും എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇതിലിപ്പം ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട്, അമ്മയുടെ സപ്പോർട്ട്, മോളെ സപ്പോർട്ടൊക്കെ പറഞ്ഞു. ഈ ഒരു വിജയത്തിൽ ഏറ്റവും കീ ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ പേരൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. മോള് രാഗസൂര്യ, അവള് 9ാം ക്ലാസ്സിൽ അടുത്തുള്ള സ്കൂളിലാണ്. സ്കൂളിൻ്റെ പേര് ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ മിത്രമല. ഓക്കെ. ഹസ്ബൻഡ് സന്ദീപ്, ടീച്ചറാണ്, ഒരു ഹൈസ്കൂളിലെ ടീച്ചറാണ്. ഓക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി നേരം ഇരുന്ന് പഠിക്കാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ട്, കഴുത്തിനൊക്കെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അറിയാണ്ട് നെക്ക് സപ്പോർട്ടൊക്കെ മേടിച്ചിട്ട് ഇത് വെച്ചിരുന്ന് പഠിച്ചാൽ മതി എന്ന് പറയും. ഓക്കെ ഓക്കെ ഗോട്ട്. ഇതിൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഒന്നുകൂടി ഒരു ക്ലാരിറ്റി, കാരണം നമ്മളെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. അമ്മയുടെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. അമ്മ ശാരദാമ്മ അമ്മയുടെ കൂടെ ഉണ്ട്. ഞാൻ പഠിക്കുന്നതിന് വേണ്ടി എന്ത് വേണമെങ്കിലും അമ്മ ചെയ്യും. അമ്മയ്ക്ക് കുറച്ച് പ്രായമായി, അപ്പോൾ ജോലിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ അമ്മ എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അച്ഛനെയും പറയേണ്ടതെന്ന് തോന്നുന്നു. അച്ഛനാണ് ഏറ്റവും അച്ഛന് ഞാൻ ഈ ഒരു ജോലി ചെയ്യണമെന്ന് അച്ഛന് വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു ജോലിയൊന്നും വേണ്ട, ഗവൺമെൻറ്റിൽ തന്നെ ഈ ഒരു ജോലി കിട്ടണമെങ്കിൽ പോയാൽ മതി എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു അച്ഛന്. അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് നെറ്റ് കിട്ടി. ഓരോ എക്സാം കഴിയുമ്പോഴും ചോദിക്കും കിട്ടുമോ, ചിലപ്പോൾ കളിയാക്കിയിട്ടൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, വല്ലതും പഠിച്ചാൽ എക്സാം എഴുതാൻ മുമ്പ് അങ്ങനെയൊക്കെ ചോദിക്കും. പക്ഷേ അച്ഛൻ കണ്ടിട്ടില്ല എൻ്റെ റിസൾട്ട്. വിഷമമാണ്. അപ്പം ഇതിൽ തന്നെ നമ്മളിപ്പം മോളെ, ഹസ്ബൻഡിൻ്റെ, അമ്മയുടെ, അച്ഛനൊക്കെ ഇവരൊക്കെ സപ്പോർട്ട് പറഞ്ഞു. പക്ഷേ നേരത്തെ ചോദിച്ചതിലേക്ക് തന്നെ ഒന്നുകൂടി നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഈ ബാക്കിയുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന്, ഇപ്പം കോവർക്കേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്, ചിലപ്പോൾ ഓരോരോ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്, പുറത്തുനിന്ന് ഈ ആളുകളുടെ ഭാഗത്തുനിന്ന് മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല? ബുദ്ധിമുട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ അവരും എഴുതി പറ്റാത്തത് കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ഇത്രയും എന്തിനാ എഴുതുന്നത് അങ്ങനെയല്ല. അവരും എഴുതി നോക്കിയിട്ട് പറ്റുന്നില്ലല്ലോ എന്നുള്ള മെൻറ്റാലിറ്റിയാണ്. അവർക്കും സാധിക്കാത്തത് കൊണ്ട് ഇനി എന്തിനാ എഴുതുന്നത് എന്നുള്ള രീതിയാണ്. അങ്ങനെ അല്ലാതെ നമ്മൾ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നും ആരും പറയില്ല. അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആളുകൾ നിങ്ങളെ സർക്കിളിലില്ല. അങ്ങനെ പറയുന്ന കുറേ ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ ഒരുപാട് സഫർ ചെയ്യുന്നവരുണ്ടാകും. പക്ഷെ എനിക്ക് അതാണ് പലരും അവരുടെ ബുദ്ധിമുട്ടുകൾ പറയുന്ന, അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്ത് അവർക്ക് സപ്പോർട്ടില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ള എൻ്റെ മൈൻഡിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കലി കുറേ പ്രശ്നങ്ങൾ, പിന്നെ എൻ്റെ ഏജിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഞാൻ സഫർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഇതിൽ ഏജ് റിലേറ്റഡ് ആയിട്ട് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഐഫറിൽ തന്നെ ഒരുപാട് ഐഫ് റേറ്റ്സ് ഉണ്ട്. 20, 25, 30, 35, 40, 50, 60, 68 ഒക്കെ ഉണ്ട്. നമ്മളെ 68 വയസ്സൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് ഞാനിങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ ഒരു 35 ഒക്കെ കഴിഞ്ഞ ആളുകളൊക്കെ പറയുന്ന മാഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, മേ ബി നമ്മളൊക്കെ ഏജിങ് ആയിട്ടുള്ള ഫാക്ടേഴ്സ്, ഞാനും 35+ തന്നെയാണ്, ഒക്കെ ഫാക്ടേഴ്സൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അതൊക്കെ ഓവർകം ചെയ്തത്? ഒരു സാർ പറഞ്ഞ പോലെ 35 കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റില്ല. പല കാര്യങ്ങളും ഇങ്ങനെ കാണാതെ പഠിച്ചു, അല്ലെങ്കിൽ ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ മറന്നു. അതിന് റിലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് റിലേറ്റ് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് എക്സാം ആണോ സെക്കൻഡ് എക്സാം ആണോ എന്ന് എനിക്കറിയില്ല.
ഒരു ബയോളജി റിലേറ്റഡ് ആയിട്ട് ഏതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതാനായിട്ട് എൻ്റെ അടുത്തിരിക്കുന്ന ഒരു ടീച്ചർ എപ്പോഴും ടീച്ചർ പോകുന്ന ഹോസ്പിറ്റൽ, ടീച്ചർ കാണുന്ന സെക്ഷൻ, ഡിപ്പാർട്ട്മെൻ്റ് അതൊക്കെ പറയും. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ കിടന്നിട്ട് ഞാൻ എക്സാം എഴുതുമ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻഫർമേഷൻ യൂസ് ചെയ്തു. ടീച്ചർ ഏത് ഹോസ്പിറ്റലിലാണ് പോകുന്നത്, ഏത് സെക്ഷനാണ് കാണുന്നത്, ഏത് ഡോക്ടറാണ് കൺസൾട്ട് ചെയ്യുന്നത്, ടീച്ചറിൻ്റെ ഒരു അസുഖം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഞാനിങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം ഞാനങ്ങനെ റിലേറ്റ് ചെയ്താണ് പഠിക്കുന്നത്. കാണാതെ പഠിത്തം ഇപ്പോൾ പറ്റുന്നില്ല. എനിക്കിതിന് ഞാൻ എഴുതി തുടങ്ങുന്ന സമയത്ത് ഒരുപാടും ഈ കാണാതെ പഠിച്ച് തന്നെ എഴുതുന്ന രീതിയുമായിട്ട് ഫോക്കസ് ചെയ്താണ് പൊയ്ക്കൊണ്ടിരുന്നത് തോന്നുന്നു നെറ്റ്. ഇപ്പോൾ അങ്ങനെ അല്ലാന്ന് എനിക്ക് തോന്നുന്നു. കുറേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ എഴുതാൻ പറ്റും, അങ്ങനെയുള്ള രീതിയിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതൊക്കെ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഏജിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ റിപ്പീറ്റ് ചെയ്യും, വെറുതെ ഓർത്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഏഫറിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്ത് എല്ലാം നോട്ട്ബുക്ക് എടുത്ത് വയ്ക്കും. എന്നിട്ടിങ്ങനെ മറിച്ച് നോക്കും. അപ്പോൾ ഓരോ കാര്യവും ഏത് പേജിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങനെ പിന്നെ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ അതൊക്കെ ചെയ്ത് വരുമ്പോൾ ഇപ്പം നമ്മൾ മറക്കുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീട്ടിൽ വരുന്ന വഴി മറക്കില്ല. കണ്ണടച്ചാണെങ്കിൽ പോലും ഇരുട്ടത്താണെങ്കിൽ ഈ വീട്ടിലെ എല്ലാ റൂമിലും എനിക്ക് പോകാൻ പറ്റും. അത് ദിവസം ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റിലേക്ക്. നമ്മൾ എത്ര വയസ്സ് കൂടുന്നോ അതനുസരിച്ച് റിപ്പീറ്റ് ചെയ്യുന്ന എണ്ണം കൂടും. ഓക്കെ സോ നൈസ്. അപ്പം ഇതിൽ തന്നെ ഇപ്പം ഒരുപാട് നമ്മളുടെ സൊസൈറ്റിയിലൊക്കെ ആളുകൾക്ക് സ്റ്റുഡൻസിന് മൾട്ടിപ്പിൾ റോളുകൾ നിർവഹിക്കേണ്ട ആളുകളാണ്. ഇപ്പം ഒരേ തവണ നമ്മളെ സംബന്ധിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഒരു അമ്മയാണ്, അല്ലെങ്കിൽ പാരൻസ് ആണ് നമ്മളിൽ പലരും. അതുപോലെ തന്നെ എംപ്ലോയീസാണ്, ജോലി ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്ക് ഇത് ഞാൻ ഒരുപാട് തവണ എക്സാം എഴുതുന്നു എന്നുള്ളൊരു ഒരു 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 ബേർഡൻ ഉണ്ട്, അറ്റ്ലീസ്റ്റ് ആ ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബീങ് എ മദർ, ബീങ് എ ടീച്ചർ, ഓക്കെ, ബീങ് എ സ്റ്റുഡൻറ്റ്, ബീങ് എ പാർട്ട്ണർ, ഇതെല്ലാം കൂടി ഗായത്രി വർക്കൗട്ട് ചെയ്തത്? ബിക്കോസ് അൾട്ടിമേറ്റ്ലി എവറിത്തിങ് ഈസ് വർക്കിംഗ് ഫൈൻ ആൻഡ് യു ഹാവ് ക്വാളിഫൈഡ്. ഹൗ യു? ഞാൻ പറഞ്ഞു, ഈ 19 വർഷമാണ് ഞാൻ എഴുതുന്നെങ്കിലും ഐഫോണിലോട്ട് വന്നപ്പോഴാണ് വേറൊരു കാര്യം കൂടെ ഞാൻ സെറ്റ് ചെയ്തു. ഇത് വളരെ കുറച്ച് സമയം കൊണ്ട് എഴുതിയെടുക്കുക. അതായത് 6 മാസം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു ഇത്രയും വർഷം ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പഠിക്കും, ഇന്നിപ്പോൾ എനിക്ക് സമയം കിട്ടുമോ, 1 മണിക്കൂർ സമയം കിട്ടുമെങ്കിൽ ഞാൻ 1 മണിക്കൂർ പഠിക്കും. നാളെ എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ ഞാൻ പഠിക്കില്ല. അങ്ങനെയായിരുന്നു ഞാൻ മുന്നേ. അപ്പോൾ അത് മാറ്റുക എന്നുള്ളത് ഞാൻ വിചാരിച്ചാൽ നടക്കുക. അത് ഐഫർ എന്നെ അതിന് സഹായിച്ചു. ഒരു കോച്ചിങ്ങിലേക്ക് പോകുക എന്ന് പറയുന്നത് അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത്. നമുക്ക് സ്ഥിരമായിട്ട് 2 മണിക്കൂർ 3 മണിക്കൂർ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിന് മുമ്പിൽ ഇരുന്നാലേ പറ്റൂ. അല്ലാതെ നമുക്ക് പറ്റില്ല. നമ്മുടെ ടൈം മാനേജ്മെൻറ്റ്, നമുക്ക് എത്ര സമയം ഉണ്ടെങ്കിലും നമുക്ക് സമയം തികയില്ല. അതുകൊണ്ട് മനുഷ്യൻ അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് പറയുന്നതായിരിക്കും കുറച്ച് ബുദ്ധിമുട്ട്. എനിക്ക് എത്ര സമയം ഉണ്ടെങ്കിലും തികയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ആ ക്ലാസ്സിൽ ഞാൻ ഇരിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ അത്രയും സമയം ഞാൻ പഠിക്കും. പിന്നെ ബസ്സിൽ ഞാൻ വെറുതെ സമയം വേസ്റ്റാക്കും. എല്ലാവരും ഞാൻ ബസ്സിൽ പോകുമ്പോൾ ഒന്നുകിൽ മൊബൈൽ നോക്കി എന്തെങ്കിലും ഇരിക്കുക, അല്ലെങ്കിൽ 10 കാഴ്ചയിൽ കണ്ടിരിക്കും. പക്ഷെ ഞാൻ ബസ്സിലിരുന്ന് മുൻകാലങ്ങളിൽ ബസ്സിലിരുന്ന് മൊബൈലൊക്കെ നോക്കുന്നത് ഒത്തിരി മോശം കാര്യമായിട്ടാണ് കുറച്ച് നാൾ മുമ്പേ കണ്ടിരുന്നത്. പക്ഷെ അത് ഞാൻ നോക്കാറില്ല. പഠിക്കുന്ന എല്ലാം ബസ്സിലിരുന്ന് ഇങ്ങനെ എല്ലാ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല. പക്ഷെ ഡെയിലി ടാസ്ക് പോലെയുള്ള കാര്യങ്ങൾ വായിക്കും, മൊബൈലിൽ വായിക്കും, ബുക്ക് എടുത്ത് വെച്ചിട്ട് വായിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ആ സമയമൊക്കെ അങ്ങനെ യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ എനിക്ക് വീട്ടിൽ വന്നിട്ട് എൻ്റെ ബാക്കി കാര്യം ചെയ്യാനായിട്ട് കുറച്ച് സമയം എനിക്ക് കിട്ടും. പിന്നെ കൃത്യമായിട്ട് മാറ്റി വെച്ച സമയം എന്ന് പറയുന്നത് 7 മണി 9 മണി. അന്ന് ആ സമയം ഞാൻ അങ്ങനെ മാറ്റി വെച്ചു. ബാക്കി സമയത്ത് പറ്റുമെങ്കിൽ പഠിക്കും. എല്ലാ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് ഞാൻ പോയി. പിന്നെ മോളുടെ സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു. ഒരു കൊച്ചുകുട്ടി എന്ന് പറയുമ്പോൾ അവളുടെ ഏജിൽ അമ്മ പഠിപ്പിച്ച് തരണം, ട്യൂഷനൊന്നും പോകുന്നില്ല, അപ്പോൾ അമ്മ പഠിപ്പിച്ച് തരണം എന്നുള്ള വാശി പിടിച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. അമ്മ പഠിച്ചോ എന്നാണ് പറയുന്നത്. അപ്പോൾ അവളും കൂടെ വന്നിരുന്ന് പഠിക്കും.
അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ ഇതിലിപ്പം ഏകദേശം ഞാനിപ്പോൾ ഇത്രയധികം ഈ ഒരു 35+ ചെയ്തതിൽ ഇന്നത്തെ കാലത്ത് ഹൈലി കോമ്പറ്റീറ്റീവ് ആകുന്ന ഈ ആസ്പെക്റ്റുകളിൽ ഒരു കോച്ചിങ്ങുകൾക്ക് എസ്പെഷ്യലി ലൈഫർ പോലെയുള്ള കോച്ചിങ്ങുകൾക്ക് എത്രത്തോളമാണ് ഇത് ഹെൽപ്ഫുൾ ആവുന്നത്? പ്രിപ്പറേഷൻ നിങ്ങൾ മുമ്പുള്ള പ്രിപ്പറേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എവിടെയാണ് ഇതിൻ്റെ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? ഐ മീൻ ഓവറോൾ കോച്ചിങ്, ഇന്നത്തെ ഒരു സ്ട്രക്ചേർഡ് പഠനം എന്നുള്ളൊരു ലൈക്ക് ഐഫർ. അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോച്ചിങ്ങിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഇല്ല. അന്ന് മറ്റ് ചില സബ്ജക്ട്സിന് കോച്ചിങ് ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് കമ്പ്യൂട്ടർ സയൻസ് ആണ് എൻ്റെ സബ്ജക്ട്സ്. അപ്പോൾ അതിന് കോച്ചിങ്ങൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ കുറേ വർഷം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരെയൊക്കെ കോച്ചിങ് ഉണ്ട്, അപ്പോൾ ഇവിടും പോകാൻ പറ്റില്ല. പിന്നെ ഈ ഓൺലൈൻ കോച്ചിങ് എന്ന് പറയുന്നത് വളരെ റീസെൻ്റ് ആയിട്ടാണ് വരുന്നത്. അതും നമുക്ക് നോർത്ത് ഇന്ത്യ ബേസ്ഡ് ആയിട്ടാണ് കുറച്ച് കോച്ചിങ് കൂടുതലുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഇംഗ്ലീഷാണ് മീഡിയം പറയുന്നതെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് ഹിന്ദിയൊക്കെ പറയും. ഹിന്ദിയൊന്നും നമുക്കറിയാൻ മനസ്സിലാവില്ല. നമുക്ക് മലയാളത്തിൽ കേൾക്കുന്നത് പോലെ ഇപ്പോൾ ഇംഗ്ലീഷാണെങ്കിലും ഹിന്ദി ആണെങ്കിലും നമുക്ക് മനസ്സിലാവില്ലെന്ന് വെച്ചാൽ കാര്യം മനസ്സിലാവും, പക്ഷെ പോയിന്റ് അതുപോലെ അങ്ങോട്ട് മനസ്സിലേക്ക് കയറില്ല. ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് നോർത്ത് ഇന്ത്യൻസിൻ്റെ ക്ലാസ്സുകളൊക്കെ കേൾക്കാറുണ്ട്, പക്ഷെ അത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ആയിട്ടില്ല. ഞാൻ നോക്കിയിരുന്നത് മലയാളം കോച്ചിങ് എവിടെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കി വന്നതാണ് ആക്ച്വലി കിട്ടിയത്. ഓക്കെ. ഇപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് പറഞ്ഞ കേസാണ്, കുറേ കാലം ജസ്റ്റ് 1 മാർക്ക് 2 മാർക്കിന് മിസ്സാവുന്നൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കും ഈ ഫ്രൈഡ്സിലൊക്കെ പലപ്പോഴും കാണുന്നൊരു സാധനം എന്താണെന്ന് വെച്ചാൽ, മാഷ ഞാൻ കുറേ കാലമായി 1 മാർക്ക് 2 മാർക്കിനാണ് മിസ്സാവുന്നത്, ഞാൻ എത്ര എഴുതിയിട്ടും കാര്യമില്ല, എനിക്ക് 1 2 മാർക്കിന് മിസ്സാവും. ആ ഒരു മെൻറ്റാലിറ്റി അത് ബിലീവ് ചെയ്ത് തുടങ്ങേണ്ടി വരുന്ന നിസ്സഹായാവസ്ഥ. ഞാൻ മനസ്സിലാക്കുന്നത് ഗായത്രി കുറച്ച് കാലം അങ്ങനെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ആ ഒരു ട്രാപ്പിൽ നിന്ന്, അതായത് ഞാൻ ജസ്റ്റ് മിസ്സിങ് ആയിരിക്കും, ഞാൻ ജയിക്കാൻ പോകുന്നില്ല, ഐ എം ഗോയിങ് ടു ഫെയിൽ എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ്, ആ ഒരു മെൻ്റൽ ട്രാപ്പിൽ നിന്ന് എങ്ങനെയാണ് ഗായത്രി ഓവർകം ചെയ്തത്? നമ്മുടെ മനസ്സെന്ന് പറയുന്നത്, നമുക്ക് ഈ മനസ്സ് എന്താണെന്ന് നമുക്ക് ഇതുവരെ ഡിഫൈൻ ചെയ്യുന്നത് വളരെ നമുക്ക് പുറമേ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ മനസ്സ് ചെയ്യും എന്ന് മനസ്സിലാക്കിയ ഒരാളാണ്. ഈ 1 മാർക്ക് 2 മാർക്ക് നമ്മൾ അങ്ങനെ മനസ്സിൽ പഠിപ്പിക്കുകയാണ്. മനസ്സ് പറയും 1 മാർക്ക് 2 മാർക്കിന് നമുക്ക് പോകും, അപ്പോൾ എന്ത് ചെയ്താലും ആ 1 മാർക്കിന് എങ്ങനെ പോകാം എന്നുള്ളതാണ് മനസ്സ് ചിന്തിക്കുന്നത്. അപ്പം ഞാനിന്ന് പറയുന്നത് തന്നോട് പറയുന്നത് എനിക്ക് 1 മാർക്കിനാണ് സാർ കുറഞ്ഞത്. അപ്പോൾ മനസ്സ് പഠിച്ചു വെക്കുന്ന ആ 1 മാർക്കിനാണ് കുറഞ്ഞത്, 1 മാർക്കിന് കുറയും, എങ്ങനെ കുറയാം എന്നുള്ളതായിരിക്കും അത് ചിന്തിക്കുന്നത്. ഗോൾ വിദ്യാർത്ഥി അല്ലെങ്കിൽ ഇങ്ങനെ പോസിറ്റീവ് ആകുക. ഹസ്ബൻഡ് എപ്പോഴും പറയുന്ന കാര്യമാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. പിന്നെ അങ്ങനെ ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഗോൾ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ കുറേ നമുക്ക് മാറ്റം പറ്റും. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എല്ലാം പോസിറ്റീവാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ഒരുപാട് നെഗറ്റീവാണ്, എങ്കിലും ചില ആസ്പെക്റ്റിലൊക്കെ ഞാൻ പോസിറ്റീവ് ആകാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ. ഓരോ തവണ റിസൾട്ട് വരുന്ന സമയത്ത് നോട്ട് ക്വാളിഫൈഡ് എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് റീകൂപ്പ് ചെയ്യാൻ പെട്ടെന്ന് സാധിക്കാറുണ്ടോ? അത് ടൈം ചെയ്തിട്ട് ആണോ ചെയ്തിരുന്നത്? ഹൗ വാസ് ഇറ്റ് മെയ്ഡ് പോസിബിൾ? സീരിയസ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുന്നത് വരെ എനിക്ക് അത്രയും ഞാൻ തന്നെ പ്രതീക്ഷിക്കുന്നു ഫെയില്യൂറാണ് പ്രതീക്ഷിച്ചത്. ഫെയില്യൂറാണ്. 2018 വരെ കിട്ടുന്ന ഒരു ചിന്തയൊന്നുമില്ല. ആർക്കൊക്കെ കിട്ടുന്നവരൊക്കെ എന്തുമാത്രം പഠിച്ചിട്ടുണ്ട്, അവർക്ക് ലക്കാണ് എന്നൊക്കെ ഉള്ളതായിരുന്നു ചിന്ത. അപ്പോൾ ഇതെനിക്ക് കിട്ടുമെന്നുള്ള അല്ലെങ്കിൽ കിട്ടുന്ന ഒരു കാര്യമാണെന്നേ ഞാൻ ചിന്തിച്ചിട്ടില്ല. പിന്നീടാണ് അത് കിട്ടണം വേണം എന്നുള്ളതൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ഈ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് അതെനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഓക്കെ. ഇറ്റ് വാസ് റിയലി എ സർപ്രൈസ്. ദെൻ കമ്മിങ് ടുവാർഡ്സ് എൻഡ്, കുറേ കാലങ്ങളായിട്ട് എഴുതുന്നൊരു എക്സാമാണ്, നമ്മൾ ക്വാളിഫൈ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ പുതിയ എക്സാം നടന്നു, റിസൾട്ട് വന്നു. നെറ്റ് എക്സാം മിസ് ചെയ്യുന്നുണ്ടോ? I mean, that was the part of the life for the past year. അതിൻ്റെ ആ പ്രിപ്പറേഷൻ. പിന്നെ പ്രിപ്പറേഷനും മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ നോട്ട്ബുക്കൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്ത് ഞാനിതൊക്കെ പഠിച്ചല്ലേ, ആ നോട്ട് എഴുതുന്നത് അതൊക്കെ എനിക്ക് മിസ് ചെയ്യുന്നു. പഠിക്കാൻ വലിയ താല്പര്യമുള്ള ആളെന്നുള്ളത് കൊണ്ടാണ് എനിക്കതൊക്കെ മിസ് ചെയ്യുന്നത്. ചിലരെ സംബന്ധിച്ച് ഒരു കാര്യം കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് കിട്ടിയല്ലോ എന്നുള്ളതാവും, പക്ഷെ എനിക്ക് അത് മിസ് ചെയ്യുന്നുണ്ട്, പഠിത്തം മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി, ഈ ഒന്നും ചെയ്യാനില്ലല്ലോ എന്നുള്ളൊരു ചിന്ത വന്നു. അപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും പഠിക്കണം, എന്തെങ്കിലും എഴുതണം. അങ്ങനെയാണ് ഞാൻ
ഇപ്പം ഞാൻ പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്യാമെന്നുള്ള ചിന്തയിലേക്ക് വരുന്നത്. അപ്പോൾ അതിലും ഈ പറഞ്ഞതുപോലെ ഡിലേ ആണ്. ഒന്ന് എഴുതി പറ്റുന്നില്ല, എഴുതി അയച്ചു തിരിച്ച് വന്നു പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് കോളേജിൽ പറയുന്നത് കമ്പൽസറി നിങ്ങളൊരു പേപ്പർ അവിടെ കോളേജിലെങ്കിലും അത് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ചുറ്റുപാടും അതിലേക്ക് എന്നെ കൊണ്ടെത്തിക്കാറുണ്ട്. ഓക്കെ ഓക്കെ ഗോട്ട് ഇറ്റ്. സോ ഇനി നമ്മളെ സ്റ്റുഡൻസൊക്കെ ഈ സപ്പോർട്ട് സിസ്റ്റം, ഇപ്പോൾ നമ്മൾ പറഞ്ഞ സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇത്ര അധികം കാലം മുന്നോട്ട് പോകാനും ഇതിൽ വർക്കൗട്ട് ചെയ്യാനും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാനും ഗായത്രി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ ഈ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ഫാമിലിയിലും പാരൻസിനാണെങ്കിലും പാർട്ട്ണറിനാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഒക്കെ അമ്മമാരെ ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടമാണ് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, ഞാൻ കൊടുക്കുന്ന സപ്പോർട്ട് സിസ്റ്റം ഒരു പ്രശ്നമായിട്ട് വരികയാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് പറയാറുണ്ട്, അമ്മ എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സങ്കടമാവുന്നുള്ളതൊരു പ്രശ്നമായിട്ട് വരുന്ന ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ എക്സാമിന് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ സപ്പോർട്ട് സിസ്റ്റങ്ങളോട്, മേ ബി ദ പാർട്ട്ണർ, മേ ബി ദ പാരൻസ്, മേ ബി ദ ഡോട്ടർ, സൺ, എന്താണ് കാര്യം പറയാൻ? അങ്ങനെ സപ്പോർട്ട് ചെയ്യാം, എന്നാലും ഓവറായിട്ട് സപ്പോർട്ട് ചെയ്താലും പറ്റില്ല. വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം. പിന്നെ നമുക്ക് ഒരു നമ്മുടെ ഫെയില്യൂർ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ലതായിരിക്കും. പക്ഷെ എൻ്റെ ഫാമിലിയിൽ എന്നെ അങ്ങനെ ഇടപെട്ടിട്ടില്ല. എന്താണ് എൻ്റെ ഫെയില്യൂർ എന്ന് അതൊക്കെ ഞാൻ തന്നെയാണ് കണ്ടെത്തിയത്. എൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഞാൻ തന്നെയാണ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. പിന്നെ ഞാനൊത്തിരി ഡിപ്പെൻഡിങ് പേഴ്സണാണ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറില്ല. ഇതിൻ്റെ പ്രശ്നങ്ങൾ വന്നാലും എന്ത് കാര്യത്തിനും ഞാൻ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനൊരു സപ്പോർട്ടിങ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ അന്ധമായിട്ട് നമ്മളെ വിശ്വസിച്ചിട്ട് എല്ലാം ശരിയാണെന്ന് പറയുന്നതും ശരിയല്ല. ഫൈനൽ ക്വസ്റ്റ്യൻ, ഈ എക്സാമിന് ഡിഫറെൻ്റ് ചലഞ്ചിങ് ആസ്പെക്റ്റുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ടൈമായിട്ട് ക്വാളിഫൈ ചെയ്യുക, എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്യാത്തവർ, അതുപോലെ തന്നെ ജസ്റ്റ് 1 മാർക്കിന് 2 മാർക്കിനൊക്കെ മിസ്സായിട്ടുള്ള ആളുകൾ, ഓക്കെ, അതുപോലെ തന്നെ ബീയിങ് എ പാരന്റ്, മദർ എന്നുള്ള ഡ്യൂട്ടി അലോങ് വിത്ത് ചെയ്യേണ്ട ആളുകൾ, പാർട്ട്ണർ എന്നുള്ള ഡ്യൂട്ടി ചെയ്യേണ്ട ആളുകൾ, അല്ലെങ്കിൽ ആ റെസ്പോൺസിബിലിറ്റീസ് ദാറ്റ് വാട്ട് വി ഡു. അതുപോലെ തന്നെ ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ അതിൻ്റെതായ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് യാത്രകൾ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ആസ്പെക്റ്റിലെ ചലഞ്ചുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരുപാട് ചലഞ്ചുകളിലൂടെയാണ് ഗായത്രി പോയിട്ടുള്ളത്, ഗായത്രി ക്വാളിഫൈ. സോ ദ ഫൈനൽ വേർഡ് അവരോട് എല്ലാവരോടും ആയിട്ട് എന്താണ് പറയാൻ? എല്ലാവരോടും എന്നെ ഒരുപക്ഷെ ഞാൻ പറയാറുണ്ട്, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ഫ്രണ്ട്സ് ചെയ്യുന്നതിനേക്കാൾ എൻ്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവരാണ് എനിക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്നത് എന്നുള്ള രീതിയാണ് എനിക്ക്. കാരണം ആരെങ്കിലും ഇങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ, എന്നെ ഒന്ന് ക്രിട്ടിസൈസ് ചെയ്താൽ എനിക്കത് മോട്ടിവേഷനാണ്. ആരെങ്കിലും എന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ് എനിക്ക് മോട്ടിവേഷനായിട്ട് വരുന്നത്. എല്ലാവരും എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും, എന്നെ ക്രിട്ടിസൈസ് ചെയ്തതിനും ഞാൻ താങ്ക്സ് ആണ് പറയുന്നത്. ഓക്കെ ഓക്കെ. എല്ലാവരും അവരുടെ പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ വൺസ് അഗൈൻ ഗായത്രി, കൺഗ്രാജുലേഷൻ. ഓക്കെ, തിരുവനന്തപുരത്തുള്ള മിതിർമലയിലുള്ള നെറ്റ് ലാസ്റ്റ് ടൈം ക്വാളിഫൈ ചെയ്ത ഗായത്രിയോടാണ് ഇതുവരെ സംസാരിച്ചത്. അപ്പോൾ ഗായത്രിയുടെ പ്രിപ്പറേഷൻ ആസ്പെക്റ്റുകളിൽ ഒരുപാട് തവണ ഗായത്രി കണ്ടിന്യൂസ് ആയിട്ട് ഇതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഏറ്റവും വലിയ ഒരു ആസ്പെക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഗായത്രിയുടെ സപ്പോർട്ട് സിസ്റ്റം, ഗായത്രിയുടെ ഹസ്ബൻഡ്, മോള്, അതുപോലെ തന്നെ ഓക്കെ അമ്മയെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ വി ഹാവ് ദാറ്റ് പാർട്ട്ണർ ആൻഡ് മോൾ. സോ വെൽക്കം സന്ദീപേട്ട. ഓക്കെ സന്ദീപ്, മോളെ പേര് രാഗസൂര്യ. ഓക്കെ, ഗായത്രിയുടെ മോളാണ്. അപ്പൊ ജസ്റ്റ് ഞാനൊരു 2 കാര്യങ്ങൾ മാത്രം ചോദിക്കാം. വിശദമായിട്ട് പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ ഓൾറെഡി ഗായത്രി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ബി ഇൻസ്പയറിംഗ്.
ആദ്യം പറയാനുള്ളത് കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയധികം കൺസിസ്റ്റന്റ് ആയിട്ട് പെർസിസ്റ്റന്റ് ആയിട്ട് ആ ഗോളിൽ നിലനിൽക്കാനും ഓരോരോ അപ്രതീക്ഷിതമായ റിസൾട്ടുകളും ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത സെറ്റ് ബാക്കുകളിൽ നിന്നൊക്കെ, നമ്മളൊക്കെ കുറെ പരീക്ഷയ്ക്ക് തോറ്റ ആളുകളാണ്, അതിന്റെയൊക്കെ പെയിന് നമുക്കറിയാം. ആ സെറ്റ് ബാക്കുകളിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാനും ഗായത്രിയുടെ ഏറ്റവും വലിയത് ഗായത്രി തന്നെയായിരുന്നു, ഗായത്രിയുടെ മെന്റാലിറ്റി. അതോടൊപ്പം തന്നെ ഗായത്രിയുടെ ഏറ്റവും വലിയ സപ്പോർട്ട് നിങ്ങളും മോളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ഒരു 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 പാർട്ട്ണർ ആയതിന്, അങ്ങനെയുള്ള ഒരു മോളായതിന് കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പം കമ്മിങ് ടു ടു തിങ്സ്. ഒന്ന്, അപ്പം നമ്മൾ ഒരുപാട് ഇഫ്രൈറ്റ്സിനോട് ബാക്കിയുള്ള ആളുകളോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും അവരുടെ പ്രിയപ്പെട്ടവരെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ പലപ്പോഴും ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രഷറായിട്ട് വരാറുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ കുട്ടികൾ, പരീക്ഷ ചെയ്യുന്ന കുട്ടികളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രഷർ, ഒരു ജയിക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം തോൽക്കൂ എന്നുള്ള പേടിയാണ്. അപ്പൊ ഈ തോൽക്കൂ എന്നുള്ള പേടി എന്തിനാന്ന് ചോദിച്ചാൽ, ഇവരെ പേടി എന്താന്ന് ചോദിച്ചാൽ, ഞാൻ ഒരുപാട് കുട്ടികൾ, ഞാൻ തോറ്റ എന്റെ അമ്മ എന്താകരുത്, എന്റെ അച്ഛൻ എന്താകരുത്, അപ്പൊ എന്റെ അമ്മക്കും അച്ഛനും സങ്കടമാവോ എന്ന് കരുതിയിട്ടുള്ള പേടി കാരണം പഠിക്കാൻ പറ്റാത്തത് കാരണം തോൽക്കാന്നുള്ള ടെൻഷൻ കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ട്. പാരന്റ്സിനെ ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കുള്ള ബുദ്ധിമുട്ട്, ഇത്രയും നാൾ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലേ, എനിക്ക് മാർക്ക് പറഞ്ഞാൽ അത് പാരന്റ്സിനെ ഭയങ്കര എഫക്ട് ചെയ്യുന്നുള്ള പേടി, അത് തന്നെയാണ് മെയിൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ. ഓക്കെ. അപ്പൊ ഗായത്രിയെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു ചോദിച്ചാല്, ഇത്ര കാലത്ത് ഈ ലോങ് ടേമില് നിങ്ങളെ സപ്പോർട്ട് ഗായത്രിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. വളരെ പോസിറ്റീവ് ആയിട്ടാണ്, വളരെ എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു മോട്ടിവേഷൻ. എങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളോട് നിങ്ങൾ പറയാം. ഞങ്ങള് എന്ന് പറയുന്നത് എഴുതണം എന്നുള്ള, അത് എഴുതി പാസ്സാവണം എന്നുള്ളൊരു ഉദ്ദേശം, അല്ലെങ്കിൽ അതിനുള്ള ശ്രമം നല്ല രീതിയിൽ നടത്തി. ആ ഒരു അക്കാഡമിക് അല്ലെങ്കിൽ അവരുടെ പഠന കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഞാൻ ഇടപെടുകയോ, അല്ലെങ്കിൽ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല, വീട്ടു ജോലികളുണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യണം എന്നോ പറഞ്ഞിട്ടില്ല. ഓരോ പ്രാവശ്യവും ഇപ്പൊ ഇന്ന് ആദ്യം എഴുതി എനിക്ക് 1/2 മാർക്കിന് പോയി, അല്ലെങ്കിൽ 1 മാർക്കിന് പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഇനി അടുത്തന്നെ എഴുതാം എന്നുള്ള ആ ഒരു രീതിയിൽ എന്നെ കൊണ്ടും പറ്റുന്ന രീതിയിലുള്ള മാക്സിമം പ്രോത്സാഹനം കൊടുത്തു. അല്ലാതെ അയ്യോ എഴുതി ഒരെണ്ണത്തിന് മാർക്ക് കിട്ടിയില്ല, ഇനി എഴുതണ്ട എന്ന് പറഞ്ഞില്ല. എല്ലാ വർഷവും എഴുതാൻ പ്രേരിപ്പിക്കും. അതുപോലെ പല പ്രാവശ്യം അയക്കാൻ മടിയാണെങ്കിൽ പറയും, അയക്കുന്നില്ലേ, അടുത്ത വർഷം, അടുത്ത 6 മാസം കഴിയുമ്പോൾ വിളിക്കും, അയക്കുന്നില്ലേ എന്ന് ചോദിക്കും. മാക്സിമം എന്നെ കൊണ്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം ശ്രമിച്ചു. അതുപോലെ തന്നെ ക്ലാസ്സിന്റെ കാര്യം, ഇപ്പോൾ ഇങ്ങനെ കോച്ചിങ്ങിന് ചേരുന്നു എന്ന് പറഞ്ഞപ്പോൾ ചേരാൻ പറഞ്ഞു. എഴുതിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് എഴുതിയെടുക്കണം എന്നുള്ളൊരു ഒറ്റ ഉറപ്പിന്മേൽ ചേരണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിൽ ചേർന്നത്. നല്ല രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ ആ ഒരു ക്ലാസ്സുകൾ സഹായിച്ചത്. കാരണം നമുക്കറിയാം, രാവിലെ വെളുപ്പിനൊക്കെ എഴുന്നേറ്റിരുന്ന് പഠിക്കുക, അതായത് വൈകുന്നേരം വന്നിട്ട് റൂമിനകത്ത് ഇരുന്ന് പഠിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാക്സിമം നമ്മൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല, പഠിക്കണ്ട, അല്ലെങ്കിൽ ഇനി പറ്റൂല, ഇനി എഴുതണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എപ്പോഴും എഴുതാൻ വേണ്ടിയുള്ള പ്രോത്സാഹനം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ഇത്തിരി വിഷമം വന്ന് നമ്മുടെ ഫസ്റ്റ് ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് വന്നപ്പോ അത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോ പിന്നെ അത് കാരണം പിന്നെ അയ്യോ ഇനി എങ്ങനെയാവും. കാരണം എഴുതി ഇറങ്ങിയപ്പോ എല്ലാം പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. നല്ല ദൂരെ, ഞങ്ങളങ്ങ് തിരുവനന്തപുരം നല്ല ദൂരെയാണ് പോയിരുന്നത് എക്സാം എഴുതിയിട്ട് വന്നത്. അപ്പൊ അതൊരു ഭയങ്കര വിഷമം ഉണ്ടായി. എങ്കിലും അടുത്ത എഴുതിയെടുത്തു. നമ്മള് എങ്ങനെയാണ് ഗായത്രി പ്രിപ്പയർ ചെയ്തതിനെ കുറിച്ച് വിശദമായിട്ട് ഗായത്രി പറഞ്ഞു. ഓക്കെ, അപ്പൊ പലപ്പോഴും ഈ ഒരു പരീക്ഷയുടെ ഏറ്റവും വലിയ ആസ്പെക്ട് ഹാർഡ് വർക്ക് എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി നമ്മൾ അതിന്റെ ശ്രമിച്ചുകൊണ്ടിരിക്കുക, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോ ഏട്ടന്റെ നിങ്ങളൊരു വ്യൂല് എത്രത്തോളം ആ ഗായത്രി അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്? അല്ല, ഇപ്പൊ ഗായത്രി സംബന്ധിച്ച് അവർക്ക് വായനാശീലം ഉണ്ട്. മുമ്പ് നല്ല രീതിയിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇത്തിരി കുറഞ്ഞിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. മാക്സിമം എഫർട്ട് എടുത്ത് തന്നെയാണ് ഗായത്രി ഈ പരീക്ഷ അറ്റൻഡ് ചെയ്ത്. ഇതുപോലെ തന്നെ മറ്റു കുട്ടികൾ ഇപ്പം നിങ്ങളുടെ കോച്ചിങ് ക്ലാസ്സിന് വരുന്ന കുട്ടികളായപ്പോലും മാക്സിമം ഇപ്പൊ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടു പിന്നോട്ട് മാറി നിൽക്കാതെ മാക്സിമം അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുക. അത്രത്തോളം വർക്ക് ചെയ്ത്, കാരണം ഞങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങള് ഡെയിലി വേറെ ഒരു ജോലിക്കും പറയാറില്ല. കാരണം നമുക്ക് ഇതാണ് ഇപ്പൊ നമ്മുടെ ലക്ഷ്യം, അതുകൊണ്ട് അത് എഴുതിയെടുക്കുക. കാരണം ഇവളുടെ കാര്യമായാലും അവളുടെ രീതിയിൽ പഠിച്ചോളും. ഞാനിപ്പോ ഇവിടെ തന്നെ ആയാലും ഞാനൊന്നും പറയാറില്ല. ഇപ്പൊ മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ 2 മാർക്ക് പോയി, 1 മാർക്ക് പോയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വഴക്ക് പറഞ്ഞൊരു കാര്യം. വഴക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നേരത്തെ പറഞ്ഞാല് അടുത്തിന് അത് മാർക്ക് കിട്ടണമെന്നില്ല. അപ്പൊ ഒന്നും പറയാറുന്ന ചിലപ്പോ അയ്യോ എനിക്ക് മാർക്ക് വാങ്ങണം എന്നൊരു തോന്നൽ അവരുണ്ടാവും. അപ്പൊ അങ്ങനെ മാക്സിമം ശ്രമിച്ചോളൂ. അതിനുള്ള റിസൾട്ട് കിട്ടി. അല്ല, നിങ്ങളുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ സഹായമായിരുന്നു. കാരണം കമ്പൽസറി ക്ലാസ്സിൽ കയറുമായിരുന്നു. ഓൺലൈൻ ക്ലാസ് ആണെങ്കിൽ കമ്പൽസറി കയറി. ഞാൻ ക്ലാസ് ഇടയ്ക്ക് 1-2 ക്ലാസ്സിൽ ഞങ്ങൾ ജസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അത്രത്തോളം
എഫക്റ്റീവ് ആയിരുന്നു ക്ലാസ്. അതിന് തന്നെ ഒരു നല്ലൊരു നന്ദി നിങ്ങൾക്ക് പറയുന്നുണ്ട്. ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ബീങ് ഗായത്രിയുടെ ഒരു പാർട്ണർ ആയിക്കൊണ്ട് തന്നെ ഗായത്രിയുടെ സ്വപ്നങ്ങളിലേക്കുള്ള യാത്രയിൽ ഒരു തടസ്സമാവാതെ നിന്നതിന് കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, മോളാണ്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. അമ്മ ജയിച്ചിരിക്കുന്നു. ഓക്കെ, രാഗസൂര്യ. ബേസിക്കലി നമ്മളൊക്കെ കുറെ കുട്ടികള് നമ്മളെ എയ്ഫറിലൊക്കെ അമ്മമാര് പഠിക്കും, മകള് പഠിക്കും, മോള് പഠിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മയുടെ പഠനം? അമ്മ എനിക്ക് എപ്പോഴും പഠിപ്പിച്ചോളൂ പറയാല്. ആ സമയത്തൊക്കെ പഠിക്കട്ടെ, ഞാൻ എന്റെ കാര്യങ്ങൾ നോക്കി. ഓക്കെ, അപ്പം അമ്മയും പഠിച്ചു, കൂടെ മോളും പഠിച്ചു അല്ലേ? അതായത് മോളെ ഞാൻ അഭിനന്ദിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ അമ്മയുടെ ആ സ്വപ്നത്തിലേക്ക് മോള് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായില്ല എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻ രാഗസൂര്യ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, വാശിയില്ലായിരുന്നു. അല്ല, അമ്മ വന്നാലേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അമ്മ പഠിപ്പിച്ചാലേ പഠിക്കും, അങ്ങനെയൊന്നുമില്ല. അമ്മയ്ക്ക് ഇഷ്ടത്തിന് അമ്മ പഠിക്കുക, അവളുടെ ഇഷ്ടത്തിന് അവള് പഠിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.